ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും. ഇന്ന് ഞങ്ങൾ എറണാകുളത്ത് നിന്ന് അമ്പലപ്പുഴയ്ക്ക് പോവാണ്. ഇത് പുതിയ സംഭവമാണോ എന്ന് വെച്ചാൽ പുതിയ സംഭവമൊന്നുമല്ല. ഇത് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരുന്നു. പക്ഷേ ജാനുവരി തൊട്ട് നമ്മൾ അങ്ങനെ എറണാകുളം തന്നെ നിൽക്കുക. പിന്നെ അമ്പലപ്പുഴയൊക്കെ പോണത് ഞാൻ പോണത് ഇപ്പം 5-ാം മാസം ആയതുകൊണ്ട് അവിടെ ഒരു പൂജയുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാനിപ്പോൾ അമ്പലപ്പുഴയ്ക്ക് പോകുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ സ്ഥിരം അവിടെ ആയിരിക്കുമല്ലോ. ചിരിച്ചേ. അമ്മ എവിടെ എത്തി? ആ, വയലാർ. പക്ഷെ സ്റ്റേഷനൊന്നും ഇല്ല, കണ്ട വെറുതെ. ആലപ്പുഴ കൊല്ലം മെമ്മു. ആ, ഓപ്പോസിറ്റ് വരും. മാരാരിക്കുളം ബോർഡില്ല, ആ ഒരു കൊച്ചു ബോർഡേ ഉള്ളൂ. മെയിൻ അപ്പുറത്താന്ന് തോന്നുന്നു. കലവൂരെന്താ ഇത്രയും കാട്? കലവൂരില മീനി ചേച്ചി, അതേ ചേച്ചി. ഓ ആ, ഇത് കൊള്ളാം. ഒരു ചേട്ടൻ മാത്രം ഗെയിം കളിക്കാൻ. എന്നാലും ഇത് തുമ്പോളിയാണല്ലേ? ആ ആ, നല്ല രസമുണ്ട്. ആ, ഉണ്ട് ഉണ്ട്. ഇത് പടർന്ന് പിടിക്കണതാണെന്ന് തോന്നണം. എന്തുവാ ടെസ്റ്റാ? ലേഡീസ് കമ്പാർട്ട്മെന്റിൽ മമ്മൂല് കയറി. എന്തുവാ? ആലപ്പുഴ കൊല്ലോ. അതില് ഞങ്ങൾ വന്നില്ലേ. അമ്പലം അത് എന്തോ പൂജ നടക്കണം. നമ്മൾ കാശ് കൊടുത്തായിരുന്നല്ലോ 20 രൂപ. ഒരു ചായക്ക് 10 രൂപയല്ലേ? ഒരു ചായക്ക് 20 രൂപയല്ലേ? ഇത് പിന്നെ കൊച്ചച്ഛൻ്റെ സ്വന്തം അമ്പലമായിരുന്നു. ഇത് കൊച്ചച്ഛനായിരിക്കും ഇതാ ചെയ്യണം. അമ്പലത്തിലൊക്കെ കയറി തൊഴുതു. ഇനി കുറച്ചു നേരം റെസ്റ്റ് എടുക്കാന്ന് വിചാരിച്ച് ഞങ്ങൾ ഇരിക്കുകയാണ്. പുറത്ത് നല്ല മഴയുണ്ടായിരുന്നു. ഓ, അമ്മയുടെ കയ്യിൽ കുറേ സാധനങ്ങളുണ്ട്. എൻ്റെ കയ്യിലും കുറച്ച്. എൻ്റെ കയ്യിൽ എന്തെന്നാ പനീർ ബട്ടറും പാലും പഴവും. അമ്മയുടെ കയ്യിലുള്ളത് നാളത്തേക്കുള്ള പൂജാ സാധനങ്ങൾ. കുടയുണ്ട്, പിന്നെ എന്തുവാ പേഴ്സ് ഉണ്ട്. അതിവിടെ സ്ട്രീറ്റ് ലൈറ്റ് അത്രക്കങ്ങാണ്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ കാണാത്തത്. രാവിലെ പാല് കുടിച്ചിട്ട് ഉറഞ്ഞിരിക്കണ കഴിക്കണമെന്ന് വിചാരിച്ച് ഇരിക്കണേണ്. കഴിക്കാം. പിന്നെ വെണ്ണ അമ്പലപ്പുഴ അമ്പലത്തിലെ, പിന്നെ പഴം ഒരെണ്ണം ഞാൻ തിന്ന് തീർത്തട്ടെ. ഇനി ബാക്കിയുള്ളത് അത്. രാവിലത്തെ 3 ഇഡ്ഡലിയും പിന്നെ സാമ്പാറും പിന്നെ ഒരു കുപ്പി വെള്ളം. അങ്ങനെ അമ്പലപ്പുഴയിൽ ഇന്നത്തെ ദിവസം കഴിഞ്ഞ് തിരിച്ച് എറണാകുളത്ത് പോവാണ്. മഴ പെയ്യേണ്ടതാണ്. ജാനുവരി 25-ല് 25-ലല്ല, ഓക്കെ, ഡിസംബറിൽ വന്നതാ.
ഡിസംബറിലാണോ ജാനുവരി ഫസ്റ്റിന് ഉണ്ടായിരുന്നെന്ന് തോന്നണേ അമ്പലപ്പുഴയിൽ. പിന്നെ ഇന്നലെയാണ് വന്നത്. കാരണം ഞാൻ 5-ാം മാസം പ്രഗ്നൻ്റ് ആയതുകൊണ്ട് ഇനി അമ്പലത്തിൽ വരാൻ പറ്റില്ലല്ലോ. ഇതിപ്പോൾ തുടക്കം ആയതുകൊണ്ട് വന്നു, പൂജ ചെയ്തു, തിരിച്ചു പോവാ. ഇനി ഭാവിയായിട്ടെ അമ്പലപ്പുഴയിൽ വരുള്ളൂ. നല്ല കാറ്റുണ്ട്, ഭയങ്കര കാറ്റുണ്ട്. മഴയും ചെറുതായിട്ട് പെയ്യണുണ്ട്. ഇതാ വരുന്നോ ചേട്ടനും അമ്മയും. അതെ, അങ്ങോട്ടും വന്നു പോകുന്നില്ലേ? ഞങ്ങൾ വൺ സൈഡ് വന്ന് 100 അത്രയായി, 130 പോയി. അങ്ങനെ ലാസ്റ്റ് പൂജയൊക്കെ കഴിഞ്ഞു. അമ്പലപ്പുഴയിൽ നിന്ന് എറണാകുളത്തേക്ക് എത്തി. ഇനിയിപ്പം നാളെ ജോലിക്ക് പോകാനുണ്ട്. നാളെ ശനിയാഴ്ചയാണ്. അപ്പോൾ ഇനി ജോലിക്ക് പോകാനുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഞായറാഴ്ച റെസ്റ്റ്.